ഒരു 1 വീക്ക് ചാലഞ്ച് എടുക്കുകയാണ് നമ്മൾ. ഇപ്പം എൻ്റെ ഒരു ബോഡി കണ്ടീഷൻ എന്ന് വെച്ചാൽ കറണ്ട് കണ്ടീഷൻ അത്യാവശ്യം ഫിറ്റാണ്. പായ്ക്കൊക്കെ ഉള്ളിലുണ്ട്, കുറച്ച് ഫാറ്റുണ്ട്, സൈഡ് ഫാറ്റുണ്ട്. കറണ്ട് കണ്ടീഷൻ ഇതാണ്. നല്ല സ്ട്രെച്ച് ചെയ്ത് മൊബിലിറ്റി വാമ്പ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക. ഹെഡ് ടു ടോ ഓർ ടോ ടു ഹെഡ് ചെയ്യാം. നമുക്ക് ഫുൾ ബോഡി ഒന്ന് വാം ആയതിന് ശേഷം നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ആംഗിൾസ്, ജോയിൻറ്റ്സ്, മൊബിലിറ്റി എക്സസൈസ് നല്ലോണം ചെയ്യുക. അല്ലെങ്കിൽ വർക്കൗട്ട് തുടങ്ങി ഇഞ്ചുറി ആവാൻ ചാൻസ് കൂടുതലാണ്. നമ്മുടെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ 1 വീക്കിൽ നമ്മൾ 100 പുഷപ്പ്, 100 ജമ്പ് ആൻഡ് സ്ക്വാട്ട്, 100 ബർപ്പീസ്, 100 സിറ്റപ്സ്, 100 പുള്ളപ്സ്. ഇത്രയും നമ്മൾ 1 വീക്ക് ചെയ്യുമ്പോൾ അതിന് നമ്മുടെ ബോഡി കണ്ടീഷൻ റിസൾട്ട് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. വാമപ്പ് എക്സസൈസ് കഴിഞ്ഞിരിക്കുകയാണ്. ദെൻ ഫസ്റ്റ് സെറ്റ് പുഷപ്സ് ആണ്. പുഷപ്സ് നമ്മളിപ്പോൾ ഫസ്റ്റ് ഡേ ആണ്ട് 25x4 സെറ്റ് ചെയ്യുകയാണ്. 25x4 സെറ്റ്. അപ്പം പുഷപ്സ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യുക. പുഷപ്സ് ലാസ്റ്റ് സെറ്റാണ്. അടുത്തത് ജമ്പ് ആൻഡ് സ്ക്വാട്ടാണ്. ജമ്പ് ആൻഡ് സ്ക്വാട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി പ്രോപ്പറായിട്ട് ചെയ്യുക. സ്ക്വാട്ട് പൊസിഷൻ എൻ്റെ കറക്റ്റായിട്ട് വന്നിട്ടില്ല, കുറച്ചുകൂടി ഒന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യുക. ജമ്പ് ആൻഡ് സ്ക്വാട്ടും നമ്മൾ 25x4 സെറ്റാണ് ചെയ്തത്. അത് ലാസ്റ്റ് സെറ്റാണ്. ഇപ്പോൾ ബർപ്പീസാണ് അടുത്തത്. ബർപ്പീസ് കുറച്ചുകൂടി ജമ്പ് ചെയ്യുക എന്നിട്ടാണ് ചെയ്യേണ്ടത്. അതും കറക്റ്റ് ആ പ്രോപ്പർ പൊസിഷൻ വന്നിട്ടില്ല, കുറച്ചുകൂടി ജമ്പ് ചെയ്യുക. ജമ്പിങ് ആൻഡ് പുഷപ്സ് വിത്ത് ബർപ്പീസാണ്. ബർപ്പീസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ജമ്പ് ചെയ്ത് ചെയ്യുക. അപ്പോൾ നല്ല ഫുൾ ബോഡി കാർഡിയോ എഫക്റ്റ് ചെയ്യുന്ന നല്ല വർക്കൗട്ടാണ് ബർപ്പീസ്. അത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ജമ്പ് ചെയ്ത് ചെയ്യുക. ബർപ്പീസ് നമ്മൾ 10x10 സെറ്റാണ് ചെയ്തത്. ഇത് ലാസ്റ്റ് സെറ്റാണ്. 10 വീതം ചെയ്യുമ്പോഴേ നമ്മൾ നല്ല ടയർഡ് ആവുന്നുണ്ട്. സോ 10x10 സെറ്റ് ചെയ്തു. അടുത്ത പുള്ളപ്സ് ആണ്. പുള്ളപ്സ് ആദ്യത്തെ 15x2 സെറ്റ് ചെയ്ത് ബാക്കിയെല്ലാം 10x ആയിരുന്നു ചെയ്തത്. 10x7 ടോട്ടൽ 100. അപ്പോൾ പുള്ളപ്സ് ലാസ്റ്റ് സെറ്റാണ്. ലാസ്റ്റ് സെറ്റ് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ട് കറക്റ്റ് പ്രോപ്പറായിട്ട് വന്നില്ല ലാസ്റ്റൊന്നും. അത് ഇനിയുള്ള റെഗുലർ ഡേ ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള റിസൾട്ട് നോക്കി കാണാം. നെക്സ്റ്റ് സിറ്റപ്സ് ആണ്. സിറ്റപ്സ് നമ്മൾ 25x4 സെറ്റാണ് ചെയ്തത്. സിറ്റപ്സ് ലാസ്റ്റ് സെറ്റായി. ലാസ്റ്റൊക്കെ നമ്മൾ അത്യാവശ്യം സപ്പോർട്ട് കൊടുത്താണ് ചെയ്തത്. അപ്പോൾ സിറ്റപ്സ് 100 ഫിനിഷ്. ദെൻ കൂൾ ഡൗൺ നല്ലതാണ് ചെയ്യുക. കൂൾ ഡൗൺ സ്ട്രെച്ചസ് പ്രോപ്പർ നമ്മൾ സ്ട്രെച്ചിങ് ആൻഡ് ലൂസിങ് ചെയ്തില്ലെങ്കിൽ ബോഡി പെയിൻ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ 1 വീക്ക് കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ പ്രോപ്പർ റെസ്റ്റ് കൊടുക്കുക, പ്രോപ്പർ സ്ട്രെച്ചിങ് ആൻഡ് ലൂസിങ്. ദെൻ നല്ലതാണ് ഫുഡാണ് മെയിനായിട്ട് നോക്കേണ്ടത്. വർക്കൗട്ട് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ. വർക്കൗട്ടിന് ശേഷം അത്യാവശ്യം മസിൽസൊക്കെ കുറച്ച് ടൈറ്റ് ആയിരിക്കുകയാണ്, കുറച്ചുകൂടി സ്ട്രെച്ചിങ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ദെൻ ഇതാണ് ഫസ്റ്റ് ഡേ റിസൾട്ട്.